ഏറ്റുമാനൂരിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. ഏറ്റുമാനൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിലും ഇതേ ആവശ്യമുന്നയിച്ചു. ഏറ്റുമാനൂർ നഗരസഭയിലെ 36 വാർഡുകളിലും കുടിവെള്ളം ലഭ്യമാക്കണമെന്ന് ബി.ജെ.പി. ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 39 ദിവസമായി വാട്ടർ അതോറിറ്റി വെള്ളം ലഭ്യമാക്കിയിട്ടില്ലെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. പ്രതിഷേധ ധർണ ബി.ജെ.പി. ഏറ്റുമാനൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ശങ്കരപ്പിള്ള കെ.എൻ. ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പാലിറ്റിയിലെ 36 വാർഡുകളിലും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി നിലനിൽക്കുകയാണ്. 39 ദിവസമായി വാട്ടർ അതോറിറ്റിയുടെ ജലം മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രദേശത്തും ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത് മുനിസിപ്പാലിറ്റി മനസ്സിലാക്കി വെള്ളമില്ലാത്ത പ്രദേശങ്ങളിൽ പാവപ്പെട്ട ആളുകൾ കൂലിപ്പണിക്ക് പോയി നിസ്സാര വരുമാനമുള്ള ആളുകളാണ് ഈ മുകൾ ഭാഗത്ത് താമസിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ചെറിയ 500 ലിറ്റർ വെള്ളം എടുക്കണമെങ്കിൽ 600 രൂപ വരെ കൊടുത്തു വേണം വണ്ടിവെള്ളം ഇറക്കാൻ. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റിയിലെ ഭരണസമിതി ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. വെള്ളമില്ലാത്ത 36 വാർഡുകളിലും കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നതിനുള്ള ഉത്തരവാദിത്വം മുനിസിപ്പാലിറ്റിയിൽ നിക്ഷിപ്തവുമാണ്. അത് അവർ പാലിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു കിഫ്ബി പദ്ധതി ഇപ്പോൾ നടപ്പായി വരുന്നുണ്ട്. നിലവിലുള്ള വാട്ടർ അതോറിറ്റി പദ്ധതിയുടെ മുകളിൽ കൂടെ തന്നെ, അതായത് കാരിത്താസിൻ്റെ അവിടെ നിന്നും 250 മില്ലിമീറ്റർ ഡയയുള്ള പൈപ്പാണ് ടൗണിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. ആ 250 mm ഡയയുള്ള PVC പൈപ്പിൻ്റെ മുകളിൽ കൂടെ തന്നെ DM പൈപ്പ് 250 mm തന്നെ DM പൈപ്പാണ് ടൗണിലേക്ക് ഇപ്പോൾ സപ്ലൈക്ക് വേണ്ടി പുതുതായി നിക്ഷേപിക്കുന്നത്. അതുമൂലം പഴയ പൈപ്പ് പൊട്ടിപ്പോവുകയും പുതിയത് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. 39 ദിവസമായി രൂക്ഷമായ കുടിവെള്ളമാണ് ഈ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നത്. അതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. ബി.ജെ.പി. മുനിസിപ്പൽ പ്രസിഡന്റ് K.V. സാബു അധ്യക്ഷനായിരുന്നു. വേനൽ അതിരൂക്ഷമായ സാഹചര്യത്തിലും നിലവിൽ കാരിത്താസ് വാട്ടർ ടാങ്കിൽ നിന്നും ഏറ്റുമാനൂർ ടൗണിലേക്ക് സപ്ലൈ ചെയ്തിരുന്ന 250 mm PVC പൈപ്പ് യാതൊരുവിധ തകരാറുമില്ലാതിരുന്നിട്ടും മാറ്റിയിട്ടത് മൂലമാണ് ശുദ്ധജല വിതരണം മുടങ്ങിയതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കും വാട്ടർ അതോറിറ്റിക്കുമെതിരെ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് ബി.ജെ.പി. മുനിസിപ്പാലിറ്റി വൈസ് പ്രസിഡന്റ് K.V. സാബു പറഞ്ഞു. പ്രൊജക്ട് ഡിവിഷൻ ഉദ്യോഗസ്ഥൻ മുൻകൈയെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ഉഷ സുരേഷ് ആവശ്യപ്പെട്ടു. ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനം നിറവേറ്റാൻ സാധിക്കാതെ, കുടിവെള്ളം എത്തിക്കാതെ, ഒരു വാഗ്ദാനങ്ങളും പാലിക്കാതെയാണ് നമ്മുടെ ഏറ്റുമാനൂർ നഗരസഭയിലെ ഭരണകർത്താക്കൾ മുമ്പോട്ട് പോകുന്നത്. ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ വിവിധ തരത്തിലുള്ള കുടിവെള്ള പദ്ധതികൾ ഉണ്ടെങ്കിലും ഈ കുടിവെള്ള പദ്ധതികൾക്കായിട്ട് സോഴ്സ് എവിടെയാണ്, ടാങ്ക് എവിടെയാണ്, ഇതൊന്നും നോക്കാതെ, ഒരു ചിന്തയുമില്ലാതെ, ഒരു ധാരണയുമില്ലാതെ കുറേ പൈപ്പ് ലൈനുകൾ ഓരോ റോഡുകളിലും കുഴിച്ചിടുക, ആ കുഴിച്ചിട്ടിട്ട് തിരിച്ച് കോൺക്രീറ്റ് ചെയ്യാതിരിക്കുക, മണ്ണ് കൂട്ടിയിട്ട് ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയും ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് സഹായം വേണ്ട വെള്ളം, വെളിച്ചം, റോഡ് ഇവയൊന്നും നൽകാതെ ഭരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം കയറിയിരിക്കുന്ന ഈ ഭരണകർത്താക്കൾ എത്രയും പെട്ടെന്ന് രാജിവെക്കുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇപ്പോൾ ആവശ്യപ്പെടാനുള്ള കാര്യം. ന്യൂനപക്ഷ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സിറിൽ നരിക്കുഴി, മണ്ഡലം വൈസ് പ്രസിഡന്റ് മധു VB, കൗൺസിലർമാരായ വേണുഗോപാലൻ നായർ, രാധിക രമേശ്, സിന്ധു കറുത്തേടം, താര സുരേഷ്, സുജ ഗോപാലൻ, പാർട്ടി മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി പ്രശാന്ത് CB, വൈസ് പ്രസിഡന്റുമാരായ രാമചന്ദ്രൻ നായർ, നിർമ്മല സുരേഷ്, സെക്രട്ടറി ശശികല P. ഗോപൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.